പ്രമേഹം വന്നാല് അടുത്ത കാലത്ത് വരെ നമ്മൾ ഏറ്റവും നല്ല ഡയബറ്റോളജി വിഭാഗമുള്ള ഹോസ്പിറ്റൽ അന്വേഷിക്കും, ഏറ്റവും നല്ല ഡയബറ്റോളജിസ്റ്റിനെ അന്വേഷിക്കും, ടെസ്റ്റ് ചെയ്യും, ട്രീറ്റ് ചെയ്യും. ഇതാണ് പതിവ്. എന്നാൽ ഇന്ന് ഇതിന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, സാറേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, എനിക്കിങ്ങനെ ഷുഗറാണ് തിരിച്ചറിഞ്ഞു, ഇത് മാറ്റിയെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ട്. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, പണ്ടത്തെ കാലമൊക്കെ ആളുകൾക്ക് ബുദ്ധി വർദ്ധിച്ചു വന്നിട്ടുണ്ട്, അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ വളരെയധികം സജീവമായിട്ടുണ്ട്, കൂടുതൽ അറിവുകൾ ആളുകൾക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ ഫലമായിട്ട് പലർക്കും മനസ്സിലായിട്ടുണ്ട്, നമ്മൾ മോഡേൺ മെഡിസിനിൽ പോയി കഴിഞ്ഞാൽ, ആശുപത്രി പോയി മരുന്ന് കഴിച്ചാൽ പലപ്പോഴും ഷുഗറിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുന്നില്ല, ഷുഗറിനെ ഫലപ്രദമായിട്ട് കുറയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം. മാത്രമല്ല ആ ചികിത്സിക്കും തോറും ഷുഗർ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ കുറെ കഴിയുമ്പോൾ ഷുഗർ റിലേറ്റഡ് ഡിസീസിൽ വരുന്നു. കൈകാൽ പെരുപ്പ്, കാഴ്ചക്കുറവ്, ഫാറ്റി ലിവർ, കിഡ്നി പ്രോബ്ലം, കാർഡിയാക് ഡിസീസ്, അതുപോലെ കൊളസ്ട്രോൾ കൂടി വരിക, ബ്രെയിനുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, കിഡ്നി രോഗം. മാത്രമല്ല ലൈംഗികശേഷി കുറഞ്ഞ് കുടുംബ ജീവിതത്തിന്റെ താളവും ലയം തെറ്റി ദുഃഖപൂർണ്ണമായ ജീവിതം നയിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇവരെല്ലാവരും തന്നെ കൃത്യമായി ഡോക്ടറെ കാണുകയും ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നടത്തുന്നവരുമാണ്. അതുകൊണ്ട് ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു മാർഗമുണ്ടെന്നൊരു അന്വേഷണമാണ് നമ്മളുടെ അടുത്ത് എത്തിക്കുന്നത്. ഉണ്ട് എന്ന് എനിക്ക് പറയാനുള്ളത്. പ്രമേഹം ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ജീവശൈലി രോഗമാണ്. ഇത് ബാക്ടീരിയോ വൈറസോ ഫംഗസോ അങ്ങനെ ഏതെങ്കിലും രോഗാണുക്കൾ വരുന്ന രോഗമല്ല. അതുകൊണ്ടാണ് മരുന്ന് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നത്. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ബ്ലഡിലെ ഷുഗർ കുറച്ചു നിർത്തുകയാണ്. ബ്ലഡിലെ ഷുഗർ കൂടുക എന്ന രോഗമല്ല, രോഗലക്ഷണമാണ്. ഡയബറ്റിസ് മെലിറ്റസ് എന്ന ലക്ഷണമാണ്. ലക്ഷണത്തെ കുറച്ച രോഗം കുറയാൻ പോകുന്നില്ല. രോഗം ബാധിക്കുന്നത് നമ്മളെ പാൻക്രിയാസിനെയാണ്. നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്നുള്ള കാർബോഹൈഡ്രേറ്റിനെ ദഹിപ്പിച്ചു ചേർക്കാൻ ആവശ്യമായ തോതിൽ ക്വാളിറ്റിയുള്ള ഇൻസുലിൻ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള പ്രശ്നമാണ് നമുക്കുള്ളത്. ഈ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഒരു മരുന്ന് നമ്മൾ കഴിക്കണില്ല എന്നുള്ള സത്യമാണ്. നമ്മൾ ചെയ്യുന്നത് ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കാനുള്ള മരുന്നാണ്. ബ്ലഡിലെ ഷുഗർ കുറയുകയും ചെയ്യുന്നുണ്ട്. ബ്ലഡിലെ ഷുഗർ കൂടിയിരിക്കുന്നത് നല്ലതാണെന്നല്ല ഞാൻ പറഞ്ഞത്. ബ്ലഡിലെ ഷുഗർ കുറഞ്ഞാൽ മാത്രം പോരാ, ബ്ലഡിലെ ഷുഗർ ഉയരാനുണ്ടായ കാരണത്തെ ഇല്ലാതെയാക്കണം. ഇതാണ് ശരിയായ ട്രീറ്റ്മെന്റ്. ഇത് മോഡേൺ മെഡിസിനിലൂടെ പൂർണ്ണമായിട്ടും സാധ്യമല്ല എന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് നമ്മളിലെ പ്രമേഹം പൂർണ്ണമായിട്ട് മാറാത്തതും കൂടി വരുന്നതും പ്രമേഹാനുബന്ധ രോഗങ്ങൾ പതുക്കെ നമ്മളെ പിടിപെടുന്നത്. അതുകൊണ്ട് കാലൊന്ന് മാറ്റി ചവിട്ടേണ്ടതാണ്. പ്രമേഹത്തിനുള്ള സമീപനത്തിൽ മാറ്റം വരേണ്ടതാണ്. പ്രമേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതാണ്. ഇതിനെ എങ്ങനെ കുറച്ചു നിർത്താൻ സാധിക്കും, ഇതിന്റെ അസ്വസ്ഥതകൾ നാളെ എന്നെ ബാധിക്കാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നൊരു ചിന്ത ഉണ്ടാവുന്നത് വളരെ നല്ല കാര്യമാണ്. പ്രമേഹം ബാധിക്കുന്നത് നമ്മളുടെ സെല്ലുകളെയാണ്. ശരീരത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ അല്ലെങ്കിൽ സെല്ലുകൾ. സെല്ലുകളിലെ ഉള്ളിലുള്ള മൈറ്റോകോൺഡ്രിയൽ വെച്ചാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഊർജ്ജോൽപാദനത്തെ തടയുകയാണ് പ്രമേഹം ചെയ്യുന്നത്. അതിനകത്തേക്ക് ഗ്ലൂക്കോസിനെ കടന്നു പോകുന്നതിന് തടസ്സം ഉണ്ടാക്കുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് ഈ പറഞ്ഞത്. ഇതിന്റെ ഫലമായിട്ട് നമ്മളിലെ കോശങ്ങൾക്ക് ഊർജ്ജക്ഷാമം ഉണ്ടാവുന്നു, ശരീരത്തിന് മുഴുവൻ ഊർജ്ജക്ഷാമം ഉണ്ടാവുന്നു, എനർജി ലോസ് ഉണ്ടാവുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് ശരീരത്തിൽ ഓരോരോ അവയവങ്ങള് ഓർഗൻസ് വീക്കായി പോകുന്നതും നമ്മൾ പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് കൂപ്പുകുത്തി വീഴുന്നതും. അപ്പോൾ ഇതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് പ്രമേഹമാണ്. പ്രമേഹമുണ്ടോ, ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഇതിന്റെ ഏതെങ്കിലുമൊക്കെ രോഗം വരുന്നുള്ള കാര്യം ഡെഫിനറ്റ് ആണ്. ഏതൊക്കെ മരുന്ന് കഴിച്ചാലും ഏത് ആശുപത്രി പോയാലും ഇതൊക്കെ ഉണ്ടാകും. ഇതിന് ആശുപത്രിയോ ഡോക്ടറോ മരുന്നിനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രമേഹം എന്ന് പറഞ്ഞത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ജീവശൈലി രോഗമാണ്. ശരീരത്തിന് യോജിക്കാത്ത ആഹാരക്രമവും വ്യായാമത്തിന്റെ കുറവുമാണ് ഈ രോഗത്തിന്റെ കാരണം. നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി പല വിധത്തിലുള്ള ട്രീറ്റ്മെന്റ് നടത്തുമ്പോഴും രോഗത്തിന്റെ കാരണത്തെ ഇല്ലാതെയാക്കുന്നില്ല. കാരണം അതുപോലെ തുടരുക. കാരണം തുടരുന്ന കാലത്തോളം നമ്മളൊരു പ്രമേഹ രോഗിയായിരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അത് മറ്റ് അവയവങ്ങളെ ബാധിച്ചാണ് നമ്മൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോണത്. ഇത് പറയുമ്പോൾ പലരും പറയാറുണ്ട്, സാറേ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഷുഗർ ഉണ്ട്, ഞാൻ രാവിലെ വൈകിട്ടും ഗുളിക കഴിക്കുന്നത്, അല്ലെങ്കിൽ സ്വല്പം ഇൻസുലിൻ എടുക്കുന്നുണ്ട്, എന്റെ ബ്ലഡിലെ ഷുഗർ കൺട്രോളിംഗ് ആണ്, എനിക്ക് കൈകാൽ പെരുപ്പ്, ഫാറ്റി ലിവർ ഇല്ല, കാഴ്ചയ്ക്ക് ഒരു പ്രശ്നമില്ല, സെക്സിന്റെ കാര്യം ഒന്നും കുഴപ്പമില്ല എന്ന് പറയാറുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇത്തരം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ മാറ്റിയെടുക്കൽ എളുപ്പമല്ലെന്ന് ഞാൻ പറഞ്ഞത്. ഇത്തരം പല രോഗത്തിനും റിവേഴ്സ് ഗിയർ ഇല്ല, ഒരു മടക്കം സാധ്യമല്ല, റിവേഴ്സ് സാധ്യമല്ല എന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നെഫ്രോൺസ്, നമ്മളുടെ കിഡ്നിയിലെ സെല്ലുകൾ നശിച്ചു കഴിഞ്ഞാൽ, ഹാർട്ടിലെ സെല്ലുകൾ നശിച്ചു കഴിഞ്ഞാൽ, അതുപോലെ ന്യൂറോൺസിന് നാശം വന്നാൽ, റെറ്റിനയിലെ സെല്ലുകൾ നശിച്ച് കാഴ്ചക്കുറവ് വന്നു കഴിഞ്ഞാൽ ലോകത്തുള്ള ഒരു മരുന്നുകൊണ്ട് നമുക്ക് തന്നെ പരിഹരിക്കാൻ സാധിക്കില്ല. കാരണം ഇത്തരം സെല്ലുകള് രോഗാതുരമായി നാശം വന്നാൽ പുനർനിർമ്മിതി സാധ്യമല്ല. ഇത് പലതും ഈ ജനറ്റിക് അല്ല എന്ന് മനസ്സിലാക്കണം.
നമ്മൾ ജനിക്കുമ്പോഴുള്ള കോശങ്ങളാണ് ഒരു പരിധിവരെ മരിക്കുമ്പോഴുള്ളത്. അതുകൊണ്ട് ഇത് പോയാൽ പോയി എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ചെയ്യേണ്ടത് ഇത്തരം രോഗത്തിന്റെ ലക്ഷണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്. പ്രമേഹമുണ്ടോ, ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഏതെങ്കിലുമൊക്കെ പിടിപെടുമെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് വരാതിരിക്കാൻ ഇന്ന് തന്നെ നമ്മൾ പ്രമേഹത്തെ രോധിക്കാനാണ് ശ്രമിക്കേണ്ടത്. പ്രമേഹമാണ് ഈ രോഗത്തിന് മുഴുവൻ അടിസ്ഥാന കാരണം. അപ്പൊ പ്രമേഹത്തെ ഇല്ലാതെയാക്കിയാൽ ഈ രോഗങ്ങൾ ഇല്ലാതെയാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ രോഗങ്ങളൊന്നും നാളെ വരാതെ നമുക്ക് തടയാൻ സാധിക്കും. ഇതിന് വലിയ അധ്വാനത്തിനൊന്നും ആവശ്യമില്ല. ഞങ്ങൾ ഇതിന് 5 മാർഗമാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഡയറ്റ്, ശരിയായ ഒരു ആഹാരക്രമത്തിലേക്ക് കൊണ്ടുവരിക. നമുക്കറിയാം പ്രമേഹത്തിന്റെ പ്രധാന കാരണം ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ ആധിക്യമാണ്. രണ്ടാമത് മറ്റ് ന്യൂട്രിയൻസിന്റെ കുറവാണ്. ഏതെങ്കിലും ന്യൂട്രിയൻസ് കൂടുകയോ കുറയുകയോ ചെയ്താൽ അത് അനാരോഗ്യത്തിന്റെ കാരണവും. ഇവിടെ കാർബോഹൈഡ്രേറ്റ് എന്ന പോഷകം കൂടുകയും മറ്റ് പോഷകങ്ങൾ പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫാറ്റ് തുടങ്ങിയ ഘടകങ്ങൾ കുറയുകയും ചെയ്യുന്നതാണ് നമ്മളെ രോഗിയാക്കി തീരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ്, ഒരു സമീകൃതമായ ആഹാര വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതാണ് ഞങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നത്. രണ്ടാമത് വേണ്ടത് വ്യായാമമാണ്. നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്ന് ബ്ലഡിലേക്ക് വരുന്ന ഷുഗറിനെ നമുക്ക് കുറയ്ക്കണമെങ്കിൽ 2 വഴിയാണുള്ളത്. ഒന്ന്, അതിനെ എനർജിയാക്കി മാറ്റുക, നമ്മളിലെ പലതരത്തിലുള്ള പ്രവൃത്തികൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ അതിനെ ഫാറ്റാക്കി മാറ്റി ശരീരത്തിൽ സംഭരിക്കുക. വ്യായാമം ചെയ്യാതെ നമുക്ക് പ്രമേഹത്തെ ഇല്ലാതാക്കാൻ സാധ്യമാണ്. വ്യായാമത്തിലൂടെ നമ്മുടെ മസിലിനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമ്മൾ കഴിച്ച ആഹാരത്തിന് ശരീരത്തിലെത്തുന്ന ഗ്ലൂക്കോസിന്റെ 75% സംഭരിക്കപ്പെടുന്ന മസിലുകൾക്കുള്ളിലാണ്, പേശികൾക്കുള്ളിലാണ്. മസിലുകളുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഷുഗറിനെ സംഭരിക്കാനുള്ള ഇടം ശരീരത്ത് കുറഞ്ഞു പോകും. അപ്പോൾ ബ്ലഡിലെ ഷുഗർ കൂടും. രണ്ടാമത്, നമ്മൾ വ്യായാമം ചെയ്താൽ അധികമുള്ള ഷുഗർ നമുക്ക് ബേൺ ചെയ്ത് കത്തിച്ച് കളയാൻ സാധിക്കും. ഇതിന്റെ ഫലമായിട്ട് ഷുഗറിനെ കൺവെർട്ട് ചെയ്തിട്ട് ഫാറ്റാക്കി മാറ്റി സംഭരിക്കുക എന്നുള്ള ജോലി ശരീരത്തിൽ ഇല്ലാതെയാകും. അതിനു വേണ്ടി ശരീരത്തിന് കൂടുതൽ ഇൻസുലിൻ ചെലവാക്കേണ്ടി വരില്ല. ഈ 2 തരത്തിലാണ് നമ്മളെ വ്യായാമം പ്രയോജനപ്പെടുന്നത്. മൂന്നാമത്, നമ്മൾ ശ്വാസ വ്യായാമം, പ്രാണായാമം ചെയ്യിക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നു. പാങ്ക്രിയാസ് ഉൽപ്പാദിപ്പിച്ച ഇൻസുലിൻ ആണെങ്കിൽ ശരീരത്തിന്റെ എല്ലാ സെല്ലുകളിലും എത്തുന്നു. അതുപോലെ നമ്മുടെ ഇൻഡസ്റ്റൈനിൽ അബ്സോർവ് ചെയ്യുന്ന ഗ്ലൂക്കോസ് എല്ലാ സെല്ലുകളിലും എത്തുന്നു. അങ്ങനെ ഊർജത്തിന്റെ ഉൽപാദനം കൃത്യമായ രീതിയിൽ നടക്കുന്നു. അതുപോലെ ഞരമ്പുകൾക്കുള്ളിലെ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഒന്ന് അടിഞ്ഞു കൂടിയിട്ട് രക്തത്തിന്റെ പ്രവാഹത്തെ തടസ്സപ്പെടുത്താതിരിക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് ന്യൂറോപ്പതി പോലുള്ള രോഗങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് പ്രാണവായു ശരീരത്തിന്റെ എല്ലാ സെല്ലുകളിലേക്ക് എത്തിപ്പെടുന്നു. നമ്മളെ ക്ഷീണവും തളർച്ചയ്ക്ക് മാറ്റി നമ്മളെ കൂടുതൽ ഉന്മേഷവാനാക്കി മാറ്റുന്നു. മറ്റൊന്ന് സ്ട്രെസ്സാണ്. നമ്മൾ ചോറിൻ്റെ ചപ്പാത്തി മാത്രമല്ല ഇതുപോലെ ഷുഗർ ഉണ്ടാവുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മളുടെ ആധുനിക ജീവിതത്തിന് ഫലമായിട്ട് കിട്ടിയിട്ടുള്ള സ്ട്രെസ്സാണ്. നമ്മളുടെ ആംഗ്രിയും വരിയും ടെൻഷനും ഒക്കെയാണ്. ഇതിനെ കുറയ്ക്കാൻ ആവശ്യമായ ചില മെത്തേഡുകൾ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. പിന്നെ ഷുഗറൊക്കെ വന്ന് വളരെ പഴയ ആളുകളാണ്, അതുപോലെ തന്നെ ഷുഗർ റിലേറ്റഡ് ഡിസീസിലേക്ക് വന്നവർക്ക് ചില പ്ലാന്റ് മെഡിസിൻസ് ഒക്കെ ആവശ്യമായിട്ട് വരാം. അത്തരം ആവശ്യമായിട്ടുള്ള പ്രകൃതി സങ്കേതങ്ങൾ നമുക്ക് പരിചയപ്പെടുന്നതാണ്. ഇനി 5 വഴിക്കാണ് ഞങ്ങൾ ഷുഗർ റിവേഴ്സ് സാധ്യമാക്കണം. ഇതിനൊന്നും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല, കാര്യമായ ചികിത്സാ ചെലവൊന്നുമില്ല. ഇതിനാവശ്യമായ അല്പം അറിവ് ആർജിച്ചാൽ മതി, അല്പം പരിശീലനം നിങ്ങൾക്ക് സിദ്ധിച്ചാൽ മതി, അല്പം പ്രാക്ടീസ് ചെയ്താൽ മതി. ഇതൊക്കെയാണ് ഞങ്ങൾ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സ് കൂടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് ആളുകളെ ഈ ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കാനും പഠിപ്പിക്കാനും അവരുടെ പ്രമേഹവും പ്രമേഹാനുബന്ധ രോഗങ്ങളും ഗണ്യമായിട്ട് കുറയ്ക്കാനും അതുപോലെ പലർക്കും പൂർണ്ണമായിട്ട് ഇല്ലാതെയാക്കാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ കഴിക്കുന്ന മരുന്നിന്റെ അളവ് കുറച്ചുകൊണ്ടാൻ സാധിച്ചിട്ടുണ്ട്. പലർക്കും മരുന്ന് പൂർണ്ണമായിട്ട് നിർത്താൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ഇത് സാധിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്. താല്പര്യമുള്ളവർ ഇന്ന് തന്നെ സുഖജീവനുമായിട്ട് ബന്ധപ്പെടുക. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ശരീരമാണ് ഏറ്റവും വലിയ ധനം എന്ന് മനസ്സിലാക്കണം. ഇത് സുഖം അനുഭവിക്കാനുള്ള ഉപകരണമാണ്. ഇത് പോയാൽ പിന്നെ എല്ലാം പോയി, ഒരു സുഖവും പിന്നെ അനുഭവിക്കാൻ സാധിക്കില്ല. എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല, ചികിത്സിക്കാനുള്ള ശേഷി ഉണ്ടായിട്ട് കാര്യമില്ല, നല്ല ബന്ധുക്കളുണ്ടായിട്ട് കാര്യമില്ല, സ്വാധീനം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ എത്ര ഉന്നതനായാലും ഒരു പ്രയോജനമില്ലെന്ന കാര്യം മനസ്സിലാക്കുക. ശരീരത്തെ കാത്തു സൂക്ഷിക്കുക. ശരീരമാദ്യം കടുകർമ്മ സാധനം എന്ന് പറയുന്നത്. ഞാൻ മോഡേൺ മെഡിസിനോ ഡോക്ടർമാർക്കോ മരുന്നിനൊന്നും എതിരല്ല. ലൈഫ് സ്റ്റൈൽ സ്ഥിതികളെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിൽ മറ്റ് ചില സങ്കേതങ്ങൾ കൂടി ആവശ്യമുണ്ടെന്ന് മാത്രമാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം.